ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സഗീസ് കിച്ചൻ. ഇന്ന് നമുക്ക് ഉരുളൻകിഴങ്ങ് മസാല ദോശയ്ക്കൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ മസാല എങ്ങനെ നമുക്ക് പെട്ടെന്ന് അത് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അതിന് ഞാൻ ഇപ്പോൾ ഇവിടെ 3 ഉരുളക്കിഴങ്ങ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാണ്. വെറുതെ കുക്കറിൽ അതൊന്ന് വേവിച്ചെടുക്കാണ്. 2 വിസിൽ വെച്ച് ഞാൻ ഇത് വേവിച്ചെടുക്കും. നമുക്ക് വേവിച്ചെടുത്തിട്ട് കാണാം. ഹായ് ഫ്രണ്ട്സ്, നമുക്ക് പൊട്ടാറ്റോ സബ്ജി അല്ലെങ്കിൽ ഉരുളൻകിഴങ്ങ് സബ്ജി മസാല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് നമുക്ക് മസാല ദോശയ്ക്കുള്ള മസാല ആയിട്ട് യൂസ് ചെയ്യാം. പൂരിക്കുള്ള മസാല ആയിട്ട് കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. അപ്പം ഇത് ഭയങ്കര സിമ്പിളായിട്ട് ഞാൻ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ നേരത്തെ കാണിച്ചു, ഉരുളൻകിഴങ്ങ് ഞാൻ കുക്കറിലിട്ട് 2 വിസില് വേവിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താണിത്. ഇനി ഇതിൻ്റെ തൊലി നമ്മൾ കളയണം. അപ്പോൾ ഞാൻ 3 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സബോള, പിന്നെ 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 3 വെളുത്തുള്ളി അരിഞ്ഞത്, കരിവേപ്പില, പിന്നെ കുറച്ച് ഉഴുന്നും പരിപ്പും, കടുക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് കുക്കിംഗ് ഓയിൽ, ഉപ്പും. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ഈ വേവിച്ച് വെച്ച ഉരുളൻകിഴങ്ങിൻ്റെ എല്ലാത്തിൻ്റെയും തൊലി കളഞ്ഞെടുക്കാം. കണ്ടു, ഇതേപോലെ എല്ലാത്തിൻ്റെയും തൊലി നമുക്ക് കളഞ്ഞെടുക്കാം. നമ്മൾ 3 ഉരുളൻകിഴങ്ങും വേവിച്ചത് തൊലി കളഞ്ഞെടുത്തു. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഉടച്ചെടുക്കാം. അപ്പോൾ ഒരു ഫോക്ക് യൂസ് ചെയ്തിട്ടാണ് ഇതെല്ലാം ഒന്ന് ഉടച്ചെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഉടഞ്ഞാൽ മതി. നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാം. ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ, ഏതെങ്കിലും സൺഫ്ലവർ ഓയിൽ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉഴുന്നും കുറച്ച് പരിപ്പ് അതിട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായി ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഒരു സവാള അരിഞ്ഞത്, പിന്നെ വെളുത്തുള്ളി 3 എണ്ണം ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി, 3 പച്ചമുളക് എല്ലാം ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് വാടി വന്നാൽ മതി, നന്നായി ഇങ്ങനെ മൊരിഞ്ഞൊന്ന് പോണ്ട. കരിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നന്നായി ഇതൊന്ന് വഴന്ന് വരട്ടെ. സവാള ഒന്ന് ജസ്റ്റ് വാടി വന്നാൽ മതി, അല്ലാണ്ട് ഇങ്ങനെ മൊരിഞ്ഞ് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുക അങ്ങനെയൊന്നും ആവണ്ട. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി.
ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉരുളൻകിഴങ്ങിലേക്കുള്ള ഉപ്പും ചേർത്ത് ഇട്ട് കൊടുക്കാം. സവാള വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, നന്നായി മിക്സ് ചെയ്യാം. വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഉരുളൻകിഴങ്ങ് ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയ്ക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് വല്ലാണ്ട് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഒരു തരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പൊട്ടാറ്റോ സബ്ജി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പൂരിയുടെ ഒപ്പം അല്ലെങ്കിൽ മസാല ദോശക്ക് ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യാം, ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാം. ഇപ്പം ഞാൻ ഇത് മസാല ദോശയ്ക്ക് ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ സബ്ജി എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് കണ്ടല്ലോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.